രാജരാജേശ്വരി ഓം ശക്തി ഓം ശക്തി എന്ത് കാര്യം സാധിക്കുന്നതിനും കഴിവാണന്മാരായ നാലഞ്ച് ആൺമക്കൾ കാണും. അവരെ ശുശ്രൂഷിക്കുന്നതിനും മറ്റുമായിട്ട് നാലഞ്ച് പെൺമക്കളും കാണും. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. അത് പോയി ഇപ്പോൾ വന്നപ്പോൾ ആളുകൾക്ക് കല്യാണം കഴിഞ്ഞാൽ മക്കൾ വേണമെന്ന് തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല അമ്മയെ ഓർക്കാൻ. ഒരു ദിവസം ഒരിക്കലെങ്കിലും അമ്മയെ ഓർക്കാൻ കാര്യമില്ല. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചതിൽ വേറൊരു ഉദ്ദേശം കൂടെ. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കൂടാനും ഒന്ന് സൗഹൃദം പങ്കിടാനുള്ള അവസരം വളരെ കുറവാണ്. അതായത് മാതൃസമിതിയാണെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് ആയിരുന്നതേ ഉള്ളൂ. അതിൽ കൂടെയുള്ള മറുപടി ഇങ്ങനെയാണത്. അപ്പോഴേ എപ്പോഴും ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ കണ്ട് ഒരു സൗഹൃദം പങ്കുവെച്ചാൽ മാത്രമേ ഒരു കൂട്ടായ്മ ആരോഗ്യകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പരസ്പര സ്നേഹവും നമുക്ക് വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഇതിലുള്ള അംഗങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ അതിഥികളായി നമുക്ക് വന്നിട്ടുള്ള മൂന്നമ്മമാര് എന്തായാലും ഒരു ആദരണീയതയിൽ തന്നെയാണ്. കാരണം അവരുടെ മക്കളെ അവര് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായി അവര് സ്വയം ആർപ്പിച്ച് തന്നിരിക്കുകയാണ്. ഒരേവയാണെങ്കിലും അതിനുവേണ്ടി തന്നെ ഒരുപാട് കഷ്ടപ്പെടുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിലെ എന്ത് കാര്യത്തിലും പ്രേമയോടെ ഉണ്ടാകും. ടീച്ചറിനെ ഞാൻ അതിന് എല്ലാവർക്കും വേണ്ടി എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം തുടർന്നുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തത് രേഖ കല അനിയനാണ് വിളിക്കുന്നത്. ഇവരുടെ അമ്മയാണ്. അവരും 3 പേരും അമ്പലത്തിലെ കാര്യങ്ങൾക്കും കഴിവത്തിലെ കാര്യങ്ങൾക്കും എല്ലാം വണ്ടിയിലാണ്. പിന്നെ ഉണ്ണികൃഷ്ണന്റെ കാര്യമാണെങ്കിൽ അത് പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അമ്മയെ ഞാൻ വളരെ ആദരവോടു കൂടി തന്നെ. പിന്നെ അടുത്തത് സരിത ഞങ്ങളുടെ ഒരു ദത്തുപുത്രിയാണ്. അപ്പൊ ഞങ്ങളിവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് സരിതെ. അപ്പം ഞങ്ങളുടെ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴും രൂപീകരിക്കുകയും അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതിൽ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെല്ലാം അമ്മയാണ് പ്രചോദനം നൽകുന്നതെന്നാണ് സരിത പലപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ അമ്മയും തികച്ചും ആദരണീയ തന്നെയാണ്. പിന്നെ മറ്റ് 2 അമ്മമാരുണ്ട് ഇവിടെ. അവരെ പറ്റി ഞാൻ പിന്നീട് പറയാം. അതിനു മുമ്പ് നിങ്ങളുടെയൊക്കെ അമ്മമാരെ പറ്റി നിങ്ങൾ ഓരോന്ന് പറയണം. എന്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ അമ്മയുടെ പലർക്കും അറിയാം. ഒരു സാധുവായ ഒരമ്മയാണ്. പിന്നെ അമ്മയായിരുന്നു അച്ഛനിലോട്ട് ഞങ്ങളെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അമ്മ വഴിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാതെ നേരിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. 3 സ്നേഹനിധിയായ അമ്മയ്ക്ക് ഒരിക്കൽ കൂടെ നമുക്ക് നന്ദി പറയും. പിന്നെ ഞാൻ പറയട്ടെ, എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഒരു വാക്ക് മാറാൻ. എന്റെ അമ്മയെ കൊണ്ട് ഇപ്പോഴും ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ അമ്മയായിട്ട് പോയിട്ടാണ് വന്നത്. അമ്മയെ കല്യാണം കഴിച്ചത് 16 വയസ്സിലാണ്. ജീവിതത്തില് സാമ്പത്തികമായ അച്ചടക്കം എല്ലാ കാര്യങ്ങളും
അമ്മയ്ക്ക് പകരം മറ്റൊന്നില്ല. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം, അമ്മ മാത്രം. ഇനി എന്റെ അമ്മയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. ഞങ്ങൾ അമ്മയ്ക്ക് 6 മക്കളാണ്, 4 ആണും 2 പെണ്ണും. അമ്മ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് വർഷം 10 കഴിഞ്ഞു. അമ്മയെ കുറിച്ച് ഉള്ള ഓർമ്മകൾ ഇന്നും കൂടെയുണ്ട്. എന്റെ ഒരു സാധാരണ കുടുംബമാണ്. അച്ഛനും അമ്മയും കൂടി ഞങ്ങളെ നന്നായി വളർത്തി നല്ല വിദ്യാഭ്യാസവും ചെയ്യിച്ചു. എല്ലാവർക്കും ജോലിയും ഉണ്ടായിരുന്നു. അത് കാണുവാനുള്ള ഭാഗ്യവും അവർക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഈ മാതൃദിനത്തിൽ വീണ്ടും ഓർമ്മിക്കുന്നു അമ്മ നെൽക്കുട്ടിയെ. ഒരിക്കൽ കൂടി അമ്മേ 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 അമ്മയ്ക്ക് എന്റെ പ്രണാമം, അമ്മയ്ക്ക് എന്റെ പ്രണാമം. എല്ലാവരുടെ കാര്യവും എല്ലാവരെയും അറിയാം, എല്ലാ കാര്യവും അറിയാം. അതാണ് ആനന്ദം എല്ലാ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരും അറിയാം. പിന്നെ പറയാനുള്ളത് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ കുറെ അമ്മമാര് ചേച്ചിമാര് എല്ലാവരും എനിക്ക് എല്ലാം ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഇവിടെ ഇല്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തന്നെ ഒരു വീട് വെച്ച് താമസിക്കുന്ന സുഹൃത്തീസ് പറഞ്ഞു. ഞാൻ പറയാം അതിന് ആലോചിക്കുന്നുണ്ടെന്ന് താമസിക്ക് പറയാറുണ്ട്. ഇവിടെ വരാൻ കാരണമായത് സിന്ധു കാരണമാണ്. സിന്ധു ഇതുപോലെ ആനുകൂല്യം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഇവിടെ അമ്പലത്തിൽ വന്നു. എനിക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ പരിചയപ്പെടാനും ഒരു നല്ല അനുഭവം എനിക്കില്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് കാണിച്ച് അവരെയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇവിടെ ഇട്ട് പോകാനും ഇവിടുത്തെ എല്ലാവരെയും മാറി അവർ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അതെപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്ക് യൂട്യൂബിൽ പ്രോഗ്രാം തിരുവാതിരയാണ് ആദ്യമായിട്ട് ഇവിടെ തിരുവാതിര കളിച്ചത് ഞങ്ങൾ ഇവിടുത്തെ NSS ഹോളിലാണ്. അതിന് ഞങ്ങളെ എല്ലാവരെയും അതിലുള്ള എല്ലാവരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരി ഞങ്ങളെ വീട്ടിലെല്ലാം എനിക്ക് അങ്കിളാണ്. അത് എനിക്ക് 2 ദിവസം മുമ്പേ ഫോണിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ മാതൃസംഗീതം കേട്ടത്. അതുകൊണ്ട് ഒരിക്കലും എല്ലാ കാര്യത്തിലും തിരുവാതിര ഇവിടെ നൃത്തത്തിനായാലും തിരുവാതിരയ്ക്കായാലും ഒരു പാട്ടിനായാലും എല്ലാ കാര്യത്തിലും ഈ കരയോഗ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് എനിക്ക് ഉള്ളത്. ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു ഇതായിട്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അത് ഇവിടുത്തെ ദേവിയുടെ ശക്തി കൊണ്ടാവാം എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ എല്ലാം സാധിച്ചത്. എല്ലാവരെയും അമ്മമാരെ പറ്റി പറയാനാണ്. എന്താ പറയാത്ത അമ്മമാരെ പറ്റി എന്താ പറയുന്നത് എനിക്കെന്നെ അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണ്. ഞങ്ങൾ 3 പേരും അവരുടെ വന്ന് 3 ആണുങ്ങൾ ഇതുവരെയും ഒരിക്കൽ കെട്ടായിട്ട് പോകുന്നു. അത് എനിക്ക് അമ്മ ചെയ്ത പുണ്യമായിരിക്കാം. പിന്നെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ അമ്മ ഞങ്ങൾക്ക് പുണ്യമാണ്. ആയുസ്സും ആരോഗ്യവും കൊടുത്തത്.